കൊല്ലത്ത് വയോജന കേന്ദ്രത്തിൽ ക്രൂരമായ ലൈംഗിക പീഡനം നേരിട്ടെന്ന പരാതിയുമായി അന്തേവാസി. നടത്തിപ്പുകാരൻ പീഡിപ്പിച്ചെന്നാണ് ആരോപണം. നടത്തിപ്പുകാരനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്തേവാസികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. AV ജയശങ്കർ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ജയശങ്കർ, നിരാലംബരായ അമ്മമാർ, അവർ ഒരുപക്ഷെ മക്കളാലോ ഉറ്റവരാലോ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് അവരുടെ അവസാന അഭയ കേന്ദ്രം എന്ന നിലയിൽ അവർ എത്തപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാം ഉള്ളു പൊള്ളിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ വാർത്ത അങ്ങേയറ്റം കേട്ട എല്ലാ മലയാളികളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ആ കേന്ദ്രത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ നടത്തിപ്പുകാരനായിട്ടുള്ള പ്രതി, അയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടല്ലോ, എന്തൊക്കെ വിവരങ്ങൾ ഇതേക്കുറിച്ച് ലഭ്യമാകുന്നുണ്ട്? എത്ര അമ്മമാർ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്? ഇവിടെ അന്തേവാസികളായ 2 സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്തെന്ന പരാതിയുമായി പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് 2 സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുകയും സമീപവാസികളായ ചില ആളുകളോട് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പീഡനം ഈ സ്ഥാപനത്തിൽ അനുഭവിക്കുന്നുവെന്നും പറഞ്ഞത്. പലതരത്തിലുള്ള പീഡനങ്ങളെന്നാണ് ഇവർ ആ നാട്ടുകാരോട് വെളിപ്പെടുത്തിയത്. പിന്നീട് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ എത്തുകയും തെന്മല പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. എന്തായാലും തെന്മല പോലീസ് എത്തി ഈ 2 സ്ത്രീകളെയും മൊഴി ഉൾപ്പെടെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഇവർ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ, നിലവിൽ ഈ സ്ഥാപനം നോക്കി നടത്തുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവിടെ 10ഓളം ആളുകളാണ് ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നത്. എല്ലാം തന്നെ ഈ വയോധികരായ ആളുകളാണ്. അത്തരം ആളുകൾക്ക് വിശ്രമിക്കേണ്ട ഒരു കേന്ദ്രം കൂടിയാണ്. അവിടെ ഇത്തരത്തിലൊരു കൃത്യം നടന്നു, ഇല്ലെങ്കിൽ പീഡനം നടന്നു എന്നൊരു ആക്ഷേപം, ആരോപണമൊക്കെ വരികയാണെങ്കിൽ അത് അതീവ ഗൗരവകരമായ കാര്യമാണ്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പിന്നീടാണ് ഈ നടത്തിപ്പുകാരൻ കാര്യങ്ങൾ ഏറ്റെടുത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ക്രൂരതകൾ ഉണ്ടായതെന്നാണ് നിലവിൽ പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള മൊഴി. എന്തായാലും തെന്മല പോലീസ് മൊഴികൾ കൃത്യമായി പരിശോധിച്ച് കേസുകൾ എടുത്ത് തുടർ നടപടികളിൽ കിടക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.